ഹലോ എവ്രിവൺ. ബെർണോളീസിനെ പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ? അദ്ദേഹത്തിന് എങ്ങനെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇൻട്രസ്റ്റ് വന്നതെന്ന് അറിയാമോ? ബിക്കോസ് ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിയിങ് ദ പ്രഷർ ആൻഡ് ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലൂടെ ഒഴുകുന്ന ബ്ലഡിന്റെ ആ ഒരു ഫ്ലോയും പ്രഷറും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇൻട്രസ്റ്റ് വന്നിട്ടാണ് അദ്ദേഹം ഫ്ലൂയിഡ് മെക്കാനിക്സിലേക്ക് തിരിഞ്ഞത്. അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഏതൊരു സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റാണ് എന്ത്? ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഫ്ലൂയിഡ്? നമുക്ക് ഫ്ലൂയിഡിനൊരു ഡെഫിനേഷൻ ആദ്യം നോക്കാം. വാട്ട് ഈസ് എ ഫ്ലൂയിഡ്? ഞാനൊരു സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നു. ഒരു ബോഡി ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ ബോഡിയിലേക്ക് ഞാനൊരു ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. എന്ത് ഫോഴ്സ് ആണ്? ഒരു ഷിയർ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ ബോഡി ഇസ് ഡീഫോമിങ് കണ്ടിന്യൂസ്ലി, എന്ത് ചെയ്യുന്നു? നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അത് എന്ത് ചെയ്യും? ഡീഫോം ചെയ്യുമല്ലേ? എന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോം ചെയ്യുവാണെന്ന് വിചാരിക്കുക. നിൽക്കുന്നില്ല, ഈ ഡീഫോമേഷൻ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും ഫർദറായിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ഡീഫോം ചെയ്ത് പോകുന്നു എങ്കിൽ ആ ഒരു ബോഡിയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്ലൂയിഡിൻ്റെ ഡെഫിനിഷൻ? ഇഫ് എ ബോഡി ഓർ എ സബ്സ്റ്റൻസ് കണ്ടിന്യൂസ്ലി ഡീഫോംസ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഷിയർ ഫോഴ്സ്. ഈ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. എന്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ്? ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഷിയർ ഫോഴ്സ് ഒരു ബോഡി കണ്ടിന്യൂസ് ഡീഫോമേഷന് വിധേയമാവുന്നെങ്കിൽ ദെൻ ദാറ്റ് പെർട്ടിക്കുലർ ബോഡി ഈസ് കോൾഡ് എന്ത്? ഫ്ലൂയിഡ്. കണ്ടിന്യൂസ് ഡിഫോമേഷൻ ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഷിയർ ഫോഴ്സ്, അതിനെയാണ് ഞാൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡിൻ്റെ മെക്കാനിക്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതാണ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. FM അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ പ്രധാനമായിട്ടും നമ്മൾ 2 ബ്രാഞ്ചായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്നും രണ്ടാമത്തേത് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. എന്താണ് ഇവയെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്? സ്റ്റാറ്റിക് സ്റ്റേറ്റിലാണ് അതിരിക്കുന്നത്. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിനെ പറ്റിയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് ഞാൻ പഠിക്കുന്ന ബ്രാഞ്ചിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ ഞാൻ 2 തിരിച്ചു. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്നും ഡൈനാമിക്സ്. അതിൽ സ്റ്റാറ്റിക്സ് എന്താണ്? അറ്റ് റെസ്റ്റ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിനെ പറ്റിയിട്ടാണ് ഞാൻ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്? ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് അറ്റ് മോഷൻ, അല്ലേ? മോഷനിലിരിക്കുന്ന ഫ്ലൂയിഡിനെ പറ്റിയിട്ട് ഞാൻ പഠിക്കുവാണെങ്കിൽ അതിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ ഞാൻ ഫർദറായിട്ട് 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കുറച്ചൊന്ന് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. കാരണം ഇതിൻ്റെ ഡെഫിനിഷൻസ്, ഈ 2 ബ്രാഞ്ചിൻ്റെ ഡെഫിനിഷൻസ് നമുക്ക് ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഒന്നാമത്തേത് ഫ്ലൂയിഡ് കൈനറ്റിക്സ്, അടുത്തത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. ഇപ്പോൾ ഡൈനാമിക്സിനെ ഞാൻ വീണ്ടും 2 തിരിക്കുന്നു. കൈനറ്റിക്സ് എന്നും കൈനമാറ്റിക്സ് എന്നും. എന്താണെന്ന് നമുക്ക് നോക്കാം. ഡൈനാമിക്സിൽ ഞാൻ പറഞ്ഞു എന്താണ്? ഫ്ലൂയിഡ് ഈസ് ഇൻ മോഷനിലിരിക്കുക, അതായത് മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിനെ പറ്റിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതിനെ ഞാൻ വീണ്ടും കൈനറ്റിക്സ് എന്നും കൈനമാറ്റിക്സ് എന്നും തിരിച്ചു. അതെന്താണ്? ഹിയർ ഓൾസോ ദ ബോഡി ഈസ് ഇൻ മോഷൻ, മൂവിങ് തന്നെയാണ്. അതായത് നമ്മുടെ ഫ്ലൂയിഡ് മൂവിങ് ആണ്. പിന്നെ എന്താണ് വ്യത്യാസം? ആ മോഷന് കാരണമായ ഫോഴ്സ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ ഇതിന് മോഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ആ മൂവ്മെന്റിന് കാരണമായ ഫോഴ്സും കൂടി ഞാൻ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ദാറ്റ് ബ്രാഞ്ച് ഈസ് കോൾഡ് ഫ്ലൂയിഡ് കൈനറ്റിക്സ്. കൺസിഡറിങ് ദ ഫോഴ്സ്, എന്തിന് കാരണമായ ഫോഴ്സ്? ആ ഒരു മോഷന് കാരണമായ ഫോഴ്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് കൈനറ്റിക്സ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്? അവിടെ നമ്മുടെ ഫ്ലൂയിഡ് മോഷൻ തന്നെയാണ്, ബട്ട് വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സ്. അതാണ് എന്ത്? കൈനമാറ്റിക്സ്. ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. കൈനറ്റിക്സിൽ എന്താണ്? വിത്ത് കൺസിഡറിങ് ഫോഴ്സ്. കൈനമാറ്റിക്സ് അല്ലേ? നമ്മൾ എന്തോ ഒരു സാധനം മാറ്റിയിട്ടാണ് അതിനെ പറയുന്നത്. എന്താ അവിടെ മാറ്റുന്നത്? എന്താണോ നമ്മുടെ മോഷന് കാരണമായ ഫോഴ്സ് അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദാറ്റ് ബ്രാഞ്ച് ഈസ് കോൾഡ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. അപ്പോൾ നമ്മുടെ FM-നെ പ്രധാനമായിട്ട് 2 തിരിച്ചു. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്നും ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്നും. ആ ഡൈനാമിക്സിനെ, അതായത് ഇൻ മോഷൻ, അതിനെ വീണ്ടും ഫർദറായിട്ട് ഫ്ലൂയിഡ് കൈനറ്റിക്സ് എന്നും കൈനമാറ്റിക്സ് എന്നും തിരിച്ചു. ഇഫ് യു ആർ കൺസിഡറിങ് ദ ഫോഴ്സ് കോസിംഗ് മോഷൻ then it is called fluid kinetics. If you are not considering
കൺസിഡറിങ് ദ ഫോഴ്സ് കോസിങ് ദാറ്റ് മോഷൻ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ബ്രാഞ്ചസ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ, ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ഏതെല്ലാമാണ്? ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ ത്രൂ ഔട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും അത് പഠിച്ചു വെച്ചോളാം. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റി ഓർ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസ്. ഓക്കെ, എന്താണ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസ്? ഈ 3 പേരുകളും എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളാം. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റോ എന്ന ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ എന്താ ഡെൻസിറ്റി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു സാധനം തന്നെയാണ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. എന്താണ് മാസ് ബൈ വോളിയം? യൂണിറ്റ് വോളിയത്തിൽ പ്രസന്റ് ആയിട്ടുള്ള മാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഒരു റിലേഷൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാസ് ബൈ വോളിയം, ആ ഒരു റിലേഷനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഡെൻസിറ്റി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ്. ഓക്കെ, നമുക്ക് യൂണിറ്റ് നോക്കാം. എന്താണ് മാസ് ബൈ വോളിയം? മാസിനെ നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് കിലോഗ്രാം ബൈ വോളിയം. വോളിയത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ് അല്ലേ? അപ്പം kg per meter cube, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അതാണ് എന്ത് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് ഉള്ള ഏതൊരു സാധനത്തിനും നമ്മൾ ഒരു കാര്യം കൂടി കണ്ടുപിടിക്കണം. എന്താണ് അത്? അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താ ഡയമെൻഷണൽ ഫോർമുല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? നമുക്ക് പ്രധാനമായിട്ടും 3 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണുള്ളത്: മാസ്, ലെങ്ത് ആൻഡ് ടൈം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഏതൊരു യൂണിറ്റിനെ നമുക്ക് ഫണ്ടമെന്റൽ ഡയമെൻഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മുടെ ഡെൻസിറ്റിയെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നൊന്ന് നോക്കാം. മാസിൻ്റെ യൂണിറ്റ് നമുക്കുണ്ടല്ലേ, മാസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. യൂണിറ്റിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് ഡയമെൻഷൻ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. m⁻²1, എമ്മിൻ്റെ പവർ എത്രയാണ്? കിലോഗ്രാം. അപ്പോൾ m⁻²1. അടുത്തത് എന്താണ്? ലെങ്തിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ലെങ്ത് ഡിനോമിനേറ്ററിലാണ് അല്ലേ? ലെങ്ത് ക്യൂബ് എനിക്കുണ്ട്. അപ്പോൾ അത് ഞാൻ ടോപ്പിലേക്ക് കൊണ്ടുവരുമ്പം l⁻³ ആൻഡ് ടൈം ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ടൈമിൻ്റെ എന്തേലും നമ്മുടെ യൂണിറ്റിലുണ്ടോ? സെക്കൻഡ് എന്തേലും ഇല്ല. അപ്പോൾ എന്താണ്? t⁻0. അപ്പോൾ എനിക്ക് എൻ്റെ ഡയമെൻഷണൽ ഫോർമുല കിട്ടി. m⁻1, l⁻³ t⁻0. അപ്പോൾ ഡയമെൻഷൻ ഫോർമുല നമുക്ക് കിട്ടി. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഓർത്ത് വെച്ചേക്കുക. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ്. ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് എല്ലാവർക്കും ഫ്ലൂയിഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു വസ്തു. അതാണ് നമ്മൾ എപ്പോഴും ഓർക്കുക. അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ എയർ അല്ലെങ്കിൽ ഗ്യാസസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ എ ഫ്ലൂയിഡ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ എഫക്റ്റ്, ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ലിക്വിഡിനും ഗ്യാസസിനും ഡിഫറൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമുക്ക് ആദ്യം ലിക്വിഡിൻ്റെ കേസ് നോക്കാം. നമ്മൾ ലിക്വിഡ് നോക്കുവാണ്. ഇൻ ലിക്വിഡ്സ് ഇഫ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമ്പോൾ ദ ഡെൻസിറ്റി ഡിക്രീസസ്. നമ്മുടെ മാസ് ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറയും. സിമിലർലി ഇതിൻ്റെ വൈസ് വേഴ്സ. എന്താണ്? ലിക്വിഡിൽ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോളാം. ആൻഡ് ഇൻ കേസ് ഓഫ് ഗ്യാസസ്, ഞാൻ ഗ്യാസ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ഡെൻസിറ്റി ഓൾസോ ഇൻക്രീസസ്. ഇവിടെ ഒരു ട്വിസ്റ്റ് ആണല്ലേ. ലിക്വിഡിന് വേറെയാണ്, ഗ്യാസിന് വേറെയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇൻ കേസ് ഓഫ് ലിക്വിഡ് ഡെൻസിറ്റി കുറയും. ഇൻ ഗ്യാസസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ഈ 2 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്ത എൻ്റെ പ്രോപ്പർട്ടിയാണ് വെയ്റ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയ്റ്റ്. ഇതിന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഗാമ എന്ന ലെറ്റർ വെച്ചിട്ടാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. വെയ്റ്റ് ഡെൻസിറ്റി ഗാമ ഈക്വൽ ടു വെയ്റ്റ് ബൈ വോളിയം. സിമ്പിൾ അല്ലേ? മാസ് ഡെൻസിറ്റി എന്തായിരുന്നു? മാസ് ബൈ വോളിയം ആയിരുന്നു. ഇവിടെ എന്താണ്? വെയ്റ്റ് ബൈ വോളിയം. നമുക്ക് യൂണിറ്റ് നോക്കാം. വെയ്റ്റിന്റെ യൂണിറ്റ് എന്താണ്? വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ് അല്ലേ? വെയ്റ്റ് ഈക്വൽ ടു m⁻g, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെയ്റ്റിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ വോളിയം മീറ്റർ ക്യൂബ്. ഇപ്പം എൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് എൻ്റെ ഗാമയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വേണ്ട എന്താണ്? ഡയമെൻഷൻ ഫോർമുല. നമുക്ക് നോക്കാം. ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ടു വെയ്റ്റ് ബൈ വോളിയം, ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്.
ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എം ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? മീറ്റർ ലെങ്ത് ബൈ ടി സ്ക്വയർ അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാസ് y. ഇനി എനിക്ക് എന്താ വേണ്ടേ? ബൈ വോളിയം, ദറ്റ് ഈസ് 1 ബൈ വോളിയം മീറ്റർ ക്യൂബ്, ദറ്റ് ഈസ് എൽ ക്യൂബ്. അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദിസ് എൽ ആൻഡ് ക്യൂബ് ക്യാൻസൽ ആയി സ്ക്വയർ ആവുന്നു, ദറ്റ് ഈസ് എം ടി റൈസ് ടു -2 എൽ റൈസ് ടു -2. ഇതാണ് എൻ്റെ ഡയമെൻഷൻ ഫോർമുല ഫോർ വെയ്റ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞു, ഡയമെൻഷൻ ഫോർമുല കിട്ടിക്കഴിഞ്ഞു. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഇനി നമുക്കൊരു റിലേഷനാണ് ഡിറൈവ് ചെയ്യാനുള്ളത്. ഡെൻസിറ്റി, ദാറ്റ് ഈസ് നമ്മുടെ മാസ് ഡെൻസിറ്റിയും വെയ്റ്റ് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എനിക്ക് ഡിറൈവ് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഗാമ ഈസ് വെയ്റ്റ് ബൈ വോളിയം നമ്മൾ പഠിച്ചു. വെയ്റ്റ് ബൈ വോളിയം. വെയ്റ്റ് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ വോളിയം. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാം എന്താണ് ദിസ് മാസ് ബൈ വോളിയം എന്ന ടേം. ഞാൻ ഓൾറെഡി പഠിച്ചു അല്ലേ? എന്തായിരുന്നു അത്? എൻ്റെ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സിംപ്ലി എൻ്റെ ഡെൻസിറ്റി ആയിരുന്നു. സോ എനിക്ക് എന്തെഴുതാം? ഈക്വൽ ടു റോ ഇൻറ്റു ജി എന്നെനിക്ക് എഴുതിക്കൂടെ? ഈ ഒരു റിലേഷൻ കൃത്യമായും പഠിക്കുക. ഗാമ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷനാണ്, ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ 2 പ്രോപ്പർട്ടി കഴിഞ്ഞു. നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വോളിയം. എന്താണ് സ്പെസിഫിക് വോളിയം? നമ്മൾ സ്പെസിഫിക് മാസ് പഠിച്ചു, സ്പെസിഫിക് വെയിറ്റ് പഠിച്ചു, അടുത്തത് സ്പെസിഫിക് വോളിയം. വളരെ സിമ്പിളാണ്. നമ്മുടെ മാസ് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലിനെയാണ് ഞാൻ സ്പെസിഫിക് വോളിയം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് സ്പെസിഫിക് വോളിയം ഈക്വൽ ടു വോളിയം ബൈ മാസ്. മാസ് ബൈ വോളിയം ആയിരുന്നു എന്ത്? മാസ് ഡെൻസിറ്റി. അതിൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഇസ് വോളിയം ബൈ മാസിനെയാണ് ഞാൻ എന്തെന്ന് വിളിച്ചത്? സ്പെസിഫിക് വോളിയം എന്ന് വിളിച്ചത്. ദാറ്റ് ഈക്വൽ ടു 1 ബൈ റോ എന്നെനിക്ക് എഴുതാം അല്ലേ? അത്രയേ ഉള്ളൂ നമ്മുടെ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ യൂണിറ്റ് വേണം. എന്തായിരിക്കും? വോളിയം ബൈ മാസ്, മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അതാണ് എൻ്റെ യൂണിറ്റ്. ഇനി എനിക്ക് ഡയമെൻഷൻ ഫോർമുല വേണം. ഡയമെൻഷൻ ഫോർമുല ഞാൻ എഴുതുന്നു. എന്താന്ന് പറഞ്ഞു? ഇതിൻ്റെ റെസിപ്രോക്കലാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ എം റൈസ് ടു 1 എന്താവും? എം റൈസ് ടു -1 ആവും. എൽ റൈസ് ടു -ക്യൂബ് എന്താവും? എൽ ക്യൂബ് ആവും അല്ലേ? ഇതെന്താ? താഴെ മുകളിൽ മാറി വരുവാണ്. അപ്പോൾ ഡയമെൻഷൻ ഫോർമുലയും നമുക്ക് കിട്ടി. യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആൻഡ് ഡയമെൻഷൻ ഫോർമുല എം റൈസ് ടു -1 എൽ ക്യൂബ്. അത്രേ ഉള്ളൂ സ്പെസിഫിക് വോളിയം. അടുത്തതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. നമ്മൾ ഒരുപാട് സബ്ജക്ട്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? അല്ലെങ്കിൽ എസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അല്ലേ? നമുക്ക് ഏത് ഫ്ലൂയിഡിൻ്റെയാണോ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഡെൻസിറ്റി റോ ഓഫ് എ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ rho of a standard fluid at standard temperature and pressure. It is the ratio of density of a fluid divided by the density of a standard fluid at standard temperature and pressure. അതിനെയാണ് ഞാൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, ആ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറാണ്. വാട്ടർ ഈസ് ടേക്കൺ ആസ് ദ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഇനി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. ഏതാണ് ആ ടെമ്പറേച്ചർ? ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസ്. മറന്നുപോയത്. 4 ഡിഗ്രി സെൽഷ്യസിലും ആൻഡ് എ സ്റ്റാൻഡേർഡ് പ്രഷർ, ആ സ്റ്റാൻഡേർഡ് പ്രഷറാണ് 180 180 എന്ന പ്രഷറിലും 4 ഡിഗ്രി സെൽഷ്യസിലും സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ടുള്ള വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് ഞാൻ സ്റ്റാൻഡേർഡ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. അത് എത്രയാണെന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സ്റ്റാൻഡേർഡ് പ്രഷർ 180. ഇറ്റ് ഈസ് ടേക്കൺ ആസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് മറക്കരുത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നമ്മൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക.
നമ്മൾ യൂണിറ്റ് പറഞ്ഞില്ലല്ലേ? എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ യൂണിറ്റ്? നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്ക്. ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. രണ്ടും എന്താണ്? ഒരേ യൂണിറ്റ് ആണല്ലേ? അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. സോ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. മറന്നു പോകരുത്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ യൂണിറ്റ്? എന്താണ്? ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു, ലാസ്റ്റ് യൂണിറ്റ് ഇല്ല എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണ്? യൂണിറ്റ് ഇല്ല. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല. അതൊന്ന് ഓർത്ത് വെച്ചുകൊള്ളാം. ഇനി ഈ ഒരു വാല്യൂ ഇട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ ഓഫ് വാട്ടർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ട് ഫ്ലൂയിഡ്സിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. ഒന്നാമത്തത് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആരെയാണ്? വാട്ടറിനെ തന്നെയാണ്. അപ്പോൾ വാട്ടറിൻ്റെ റോ ഡിവൈഡഡ് ബൈ എഗെയിൻ വാട്ടറിൻ്റെ റോ. എന്തായിരിക്കും എനിക്ക് ആൻസർ കിട്ടുക? 1. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ ഈസ് 1. മറക്കരുത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി. ഇത് നമുക്കിനി പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ആവശ്യമായിട്ടുള്ളതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13.6. ഈ രണ്ട് വാല്യൂസ് കൃത്യമായും ഓർത്ത് വയ്ക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഈസ് ടേക്കൺ ആസ് 13.6. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഈ ഒരു റിലേഷൻ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. റോ ഓഫ് വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിലും 180 m പ്രഷറിലും വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 kg/m³. ഇതും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പഠിച്ചത് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എന്താണ് പഠിച്ചത്? എന്താണ് ഒരു ഫ്ലൂയിഡ്? ഫ്ലൂയിഡിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കി. എന്തായിരുന്നു? ഷിയർ ഫോഴ്സ് കൊടുക്കാൻ നേരം കണ്ടിന്യൂസ് ഡിഫോർമേഷൻ നടക്കുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ വാട്ടർ മാത്രമല്ല, നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്ലൂയിഡ്. ആ കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നീട് നമ്മൾ എന്താണ് പഠിച്ചത്? ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആൻഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഡൈനാമിക്സിൽ വീണ്ടും കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ഫ്ലൂയിഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഏതെല്ലാം നമ്മൾ നോക്കി. ഒന്നാമത്തേത് മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഡെൻസിറ്റി വിച്ച് ഈസ് മാസ് ബൈ വോളിയം. പിന്നെന്താ പഠിച്ചത്? വെയ്റ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ വോളിയം അല്ലേ? ദെൻ നമ്മൾ എന്ത് പഠിച്ചു? സ്പെസിഫിക് വോളിയം എന്താണെന്ന് പഠിച്ചു. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് മാസ് ഡെൻസിറ്റി. ഫൈനലി സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻ, അതായത് എന്തിൻ്റെ റേഷ്യോ ആണിവ എന്ന് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം യൂണിറ്റ്. ഒരു കാരണവശാലും മറക്കരുത്. ഓരോ പ്രോപ്പർട്ടിയുടെയും യൂണിറ്റ് കൃത്യമായി പഠിക്കുക. അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല അത് നിങ്ങൾ കാണാതെ പഠിക്കാൻ നിൽക്കരുത്. പകരം എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഡിറൈവ് ചെയ്തെടുക്കുക. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആ യൂണിറ്റിൽ നിന്ന് എന്ത് ചെയ്യുക? നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ തന്നെ നോക്കുക. ലാസ്റ്റ് എന്താണ്? വാല്യൂസ്. സ്പെസിഫിക് ഗ്രാവിറ്റി മെർക്കുറിയുടെയും വാട്ടറിൻ്റെ എത്രയാണ്? 1 ആണ്. മെർക്കുറിയുടെ 13.6. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. സോ താങ്ക് യു.